നടിയാക്രമിച്ച കേസിൽ വീണ്ടും വൈകാരിക പ്രതികരണവുമായി അതിജീവിത. രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് പിന്നാലെയാണ് പ്രതികരണം. അതിജീവിതയെ പിന്തുണച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് നേരെ ഭീഷണി സന്ദേശം അയച്ചുവെന്ന പരാതിയും ഉയർന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിധിയിൽ ഉടൻ അപ്പീൽ പോകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. അതിക്രമമുണ്ടായപ്പോൾ അപ്പോൾ തന്നെ പരാതിപ്പെട്ടത് തെറ്റായോ എന്ന ചോദ്യമുന്നയിച്ചുകൊണ്ടാണ് അതിജീവിതയുടെ വൈകാരിക കുറിപ്പ്. നടന്നതെല്ലാം വിധിയെന്ന് കരുതി സമാധാനിച്ചിരിക്കണമായിരുന്നുവെന്ന് അതിജീവിത ചോദിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നുവെന്നും വളരെ വിഷമത്തോടെ അതിജീവിത കുറിച്ചു. കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ ആരോപണങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. വൈകൃതങ്ങൾ പറയുന്നവരുടെയും പ്രചരിപ്പിക്കുന്നവരുടെയും വീട്ടിലുള്ളവർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെയെന്നും താനൊരു മനുഷ്യനാണെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കുമെന്നും അതിജീവിത കുറിച്ചു. അതിജീവിതക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാർട്ടിൻ ആന്റണിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രചരിച്ച വീഡിയോയ്ക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. അതിജീവിതക്കെതിരായ സൈബർ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിധിയിൽ അപ്പീൽ ഉടൻ നൽകുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. എത്രയും പെട്ടെന്ന് ഇതിന്റെ അകത്ത് അപ്പീൽ വരും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന 4 പ്രതികൾ അവർക്കെതിരെയുള്ള ശക്തവും വ്യക്തവുമായ തെളിവുകൾ അപ്പീൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പീൽ കോടതിയിൽ നിന്ന് അവരെയും കുറ്റക്കാരായി കാണും എന്നുള്ള പൂർണ്ണ വിശ്വാസവും പൂർണ്ണമായ ബോധ്യവും ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അതേസമയം അതിജീവിതക്കൊപ്പം നിന്നതിന്റെ പേരിൽ തനിക്കെതിരെ ഭീഷണി സന്ദേശം വന്നെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. നടിയാക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട 2 പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവരുടെ അപ്പീലാണ് ഫയലിൽ സ്വീകരിച്ചത്. അപ്പീലിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.